വേള കഴിഞ്ഞ് ഒത്തിരി ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതിനിടയിൽ പലയിടങ്ങളിൽ നിന്നും രാഷ്ട്രീയപരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് SP കുഞ്ഞുമുഹമ്മദ് സാഹിബുമായി രാഷ്ട്രീയമായി ചർച്ചകൾ നടത്തുകയാണ്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്, മാധ്യമങ്ങൾ ഏറ്റെടുത്തത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടൊരു മണ്ഡലം പേരാമ്പ്ര നിയോജക മണ്ഡലമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ സ്ഥാനാർത്ഥി, ഒരു യുവ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടാനായി നിയോഗിച്ചപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ കേന്ദ്രത്തിൽ നിന്നുള്ള വിലയിരുത്തലുകൾ? ഈ മുസ്ലിം ലീഗ് ഈ തവണ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം, കൂത്തുപറമ്പിൽ ജയന്തിയെയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയെയും കോണി അടയാളത്തിൽ മത്സരിക്കാൻ ഇറക്കി എന്നതാണ്. തീർച്ചയായിട്ടും ഫാത്തിമ പേരാമ്പ്രയിൽ ഒരു താരശോഭയോടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ്. അവരുടെ വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഓരോ ദിവസം കഴിയും തോറും അത് കൂടുതൽ ശോഭയോടെ ഉയർന്നു വരുന്നതിനാൽ മാധ്യമങ്ങളും പത്രങ്ങളും ജനങ്ങളും അവർക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഒരവസ്ഥയാണ് ജയന്തിയുടെയും അതോടൊപ്പം തന്നെ ഫാത്തിമ തഹ്ലിയുടെയും സ്ഥാനാർത്ഥിത്വം. ഒരു നാട്ടുകാരിയല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ പേരാമ്പ്രയിൽ ഇറക്കുമ്പോൾ ഒരു ജനസമ്മതനായ, ആളുകളെയൊക്കെ അടുത്തറിയുന്ന TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന 3 ടേമിലായി ഇവിടെ മത്സരിച്ച് വിജയിച്ച ഇടതുപക്ഷ പാളയം, ഏകദേശം 49 വർഷക്കാലം ഇടതുപക്ഷം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന പേരാമ്പ്രയിൽ എത്രത്തോളമാണ് UDF കേന്ദ്രങ്ങളിൽ ഒരു ജയസാധ്യത? ഒന്ന്, ഇത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മുന്നണികളാണ്, ആശയങ്ങളാണ്, നയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും UDFും LDFും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ തന്നെ ഇതിനെ കാണേണ്ടതായി വരും. തീർച്ചയായും ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയുടെ പിന്നോക്കാവസ്ഥയും അവികസിതമായ മേഖലയും എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുക വഴി അവർക്ക് ആളുകളുടെ പ്രീതിയും സ്നേഹവും പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ നിയമസഭയിലേക്ക് എത്താൻ ഇത് കാരണമാവുകയും ചെയ്യും. ഇടതുപക്ഷം ഇവിടെ അവകാശപ്പെടുന്നത് 1950 കോടിയുടെ വികസനം ഇവിടെ നടത്തിയെന്നാണ്. അത് വോട്ടായി മാറാൻ എങ്ങനെയൊക്കെ സാധ്യതയുണ്ട്? അത്തരം ഒരു വികസനം നമ്മുടെ നാട്ടിൽ നടന്നതായി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമല്ല. കുറച്ച് റോഡും ചില പാലങ്ങളും ഒഴിച്ചു നിർത്തിയാൽ നിയോജക മണ്ഡലത്തിലെ മൗലികമായ മാറ്റത്തിനോ അടിസ്ഥാനപരമായ വികസനത്തിനോ കഴിഞ്ഞ 49 വർഷമായി ഇടതുപക്ഷത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ പേരാമ്പ്ര ചെയ്തിട്ടില്ല. പേരാമ്പ്ര ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കൂത്താളി സമരം എന്ന് പറഞ്ഞാൽ കേരളത്തെ ഞെട്ടിച്ചതാണ്. ഇല്ലിത്തോട് മാതൃകയിൽ കൾട്ടി ഫാം പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മുതുകാടിലാണ് ഉണ്ടായത്. അതുപോലെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട്, എന്നാൽ വികസന കാര്യത്തിൽ നമ്മളിപ്പോഴും പുറകിലാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി നമ്മൾ ഇപ്പോഴും കൃഷിയോഗ്യമാക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു മേഖല ഇവിടെയുണ്ട്. അവിടെയും ലഭ്യമായ ഭൂമി മുഴുവനുമായും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ജില്ലാ കൃഷി ഫാമിൽ 100 കണക്കിന് ഏക്കർ ഇപ്പോഴും അവിടെ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ടൂറിസം മേഖലയിൽ
ഏറ്റവും നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ പറ്റുന്നതാണ് പെരുവണ്ണാമൊഴിയും ഇക്കോ ടൂറിസത്തിന് പറ്റിയ ജാനയിക്കാടും. കോഴിക്കോട് ജില്ലക്കാരനായ മന്ത്രി ഉണ്ടായിട്ടും ഈ കാര്യത്തിൽ ഒരു ചെറിയ പരിധി വരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ KG അടിയോടി ഉണ്ടായിരുന്ന സമയത്ത് പെരുവണ്ണാമൊഴിയിൽ പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ടായിരുന്നു, പക്ഷി സങ്കേതങ്ങളുണ്ടായിരുന്നു, അതുപോലെ റിസർവോയർ ചെറിയ ചെറിയ ഹഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആളുകൾക്ക് തോണിയിൽ പോയി താമസിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ തുടക്കം കുറിച്ച് പിന്നീട് വന്ന സർക്കാരുകളും MLA-മാരും അതിനോട് മുഖം തിരിച്ച് സമീപനമായതുകൊണ്ട് പെരുവണ്ണാമൊഴി ഇപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ ഫാത്തിമ തഹ്ലിയക്ക് കഴിഞ്ഞു എന്നതാണ് അവരെ മേന്മയുള്ള സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. അതിനിടയിൽ 1950 കോടിയുടെ വികസനം പേരാമ്പ്രയിൽ നടത്തിയെന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഗീയ ചുവയുള്ള ഒരു അനൗൺസ്മെന്റ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വളരെയധികം ഖേദകരമായ ഒരു സംഗതിയാണ് എന്നാണ് പേരാമ്പ്രയിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തുന്നത്. അതൊക്കെ UDF-ന് അനുകൂലമായ വോട്ടായി മാറാൻ സാധ്യത എത്രത്തോളം ഉണ്ട്? ബഹുമാന്യനായ TP-ക്ക് വേണ്ടി വർഗീയ കാർഡ് ഇളക്കി വോട്ട് ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപചയമാണ്. മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ച് തങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങളോട് പറഞ്ഞ് ആ നിലപാടിന് വോട്ട് വാങ്ങലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരണീയം. മറിച്ച് ഒരാളെ വേഷം, ഒരാളെ ജാതി, ഒരാളെ മതം എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പിന്തിരിപ്പൻ സ്വഭാവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിച്ചത് ഒരിക്കലും ശരിയായില്ല. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞു. മെയ് 4 ഫലം പ്രഖ്യാപിക്കും. തുടർന്നും പേരാമ്പ്ര മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗഹാർദ്ദവും സ്നേഹവും ഐക്യവും ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് തകർക്കുന്ന വിധത്തിലായിപ്പോയി അത്തരം പ്രചാരവേലകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഓടിക്കിതച്ച് ഏകദേശം മണ്ഡലങ്ങളിലും പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന് ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് അക്രമം നേരിട്ടൊരു മണ്ഡലമാണ് പേരാമ്പ്ര. ഷാഫി പറമ്പിലിന്റെ ഒരു സ്വാധീനവും പ്രവർത്തനമൊക്കെ ഏതൊക്കെ രീതിയിൽ ഈ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കും? ഷാഫി പൊതുവെ കേരളത്തിൽ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിട്ടുണ്ട്. എവിടെയൊക്കെ ഷാഫി എത്തുന്നുവോ അവിടെയൊക്കെ ആളുകൾ ഏറ്റവും അധികം കൂടുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ രാത്രി 2 മണിക്ക് ഷാഫി റോഡ് ഷോ വെച്ചപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് അവിടെ തിങ്ങിക്കൂടിയത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ഓരോ UDF സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്ന ഒരേ ഒരാഗ്രഹം എൻ്റെ മണ്ഡലത്തിൽ ഷാഫി വരണമെന്ന. അത്രമാത്രം ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ട ഷാഫിക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനം കടത്തനാട്ടിലും വടകരയിലും പേരാമ്പ്രയിലുമൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ ബോധ്യമാകും. നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിൽ 6ഓളം പഞ്ചായത്തുകൾ UDF-ന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയക്ക് അനുകൂലമായി വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അസംതൃപ്തരായ ഒരു ജനതയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വോട്ട് ചെയ്ത് UDF-ന് വിജയിപ്പിച്ചത്. അതിൽ പേരാമ്പ്രയാവട്ടെ കൂത്താളിയാവട്ടെ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച നൊച്ചാടും അരിക്കളും ഏകദേശം വിജയത്തിനോടടുത്ത് എത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നടന്നിട്ടുള്ള മാറ്റങ്ങളാണ്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. സമാനമായ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവും അത്തരം കേന്ദ്രങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നത് എന്നുകൂടി ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ പെട്ടിയിലാക്കി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിജയസാധ്യതകൾ ഇരുമുന്നണികളും പറയുന്നുണ്ടെങ്കിൽ കൂടി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പേരാമ്പ്രയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വിലയിരുത്തുന്നത്? പൊതുവെ മുന്നണികൾ
പ്രതീക്ഷയാണ് വെക്കേണ്ടത്. അതുപ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതൊരിക്കലും തെറ്റായി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ വോട്ട് എന്ന് പറയുന്നത് ഒരു 4000-ഓളം വോട്ട് ഫാത്തിമ തഹ്ലിയക്ക് LDFിനേക്കാൾ കൂടുതലായി ലഭിക്കും. പുതിയ ജൻസി വോട്ട്, അതുപോലെ ഭരണവിരുദ്ധ തരംഗവും കേരളത്തിലാകെ ഉള്ളതുപോലെ പേരാമ്പ്രയിലും ആഞ്ഞടിച്ചാൽ അതിൻ്റെ ഭൂരിപക്ഷം കൂടുകയല്ലാതെ ഒരു കാരണവശാലും കുറയാനിടയില്ല എന്നാണ് UDF വിലയിരുത്തുന്നത്. അതോടൊപ്പം നിലവിൽ ഫലം പ്രഖ്യാപനത്തിൻ്റെ മുന്നേ തന്നെ കോൺഗ്രസ് പാളയത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ VD സതീശന് അനുകൂലമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം? അത് പൊതുവെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അജണ്ടയിൽ അറിയാതെ ആളുകൾ വഴുതി വീഴുകയാണ്. പത്രക്കാർക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക് വിഷയദാരിദ്ര്യമുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നത് ഒരു ചർച്ച നടത്തി ജനം തീരുമാനമെടുക്കേണ്ടതല്ല. കേരളത്തിൽ, അതുപോലെ ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് അനുകൂലമായ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുക AICC ആണ്, കേന്ദ്ര നേതൃത്വം. ഇവിടെയും അത്തരത്തിൽ കേന്ദ്ര നേതൃത്വം ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറയും. ചിലപ്പോൾ സതീശനാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം. ആരായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് കരണീയമായിട്ടുള്ള മാർഗം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ നമ്മുടെ UDFിൻ്റെ സാരഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയക്ക് എല്ലാവിധ വിജയാശംസകളും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. താങ്ക് യു വെരി മച്ച്.